നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. യാത്രക്കാർക്കായി ഡബിൾ ഡെക്കർ ട്രെയിനുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ. പാസഞ്ചർ ഗുഡ്സ് ട്രെയിനുകൾ സംയോജിപ്പിച്ച് മുകളിൽ യാത്രക്കാരെയും താഴെ ചരക്കുകളും കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ട്രെയിനുകളായിരിക്കും അവതരിപ്പിക്കുക. ഡബിൾ ഡെക്കർ ട്രെയിനുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ബോർഡ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. യാത്രക്കാർക്ക് ഇത് എങ്ങനെ സ്വീകാര്യമാകുമെന്നും ഉപകാരപ്പെടുമെന്നും മനസ്സിലാക്കാനും ട്രെയിനിന്റെ സാധ്യതകൾ തേടാനും നടപ്പാക്കാനും കൂടുതൽ ശ്രദ്ധ നൽകണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് റെയിൽവേ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചരക്കുഗതാഗതത്തിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം ട്രെയിനുകൾ ആലോചിക്കുന്നതെന്ന് റെയിൽവേ ബോർഡ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. എന്നാൽ ഇത്തരത്തിൽ ഒരേ ട്രെയിനിൽ യാത്രക്കാരും ചരക്കും ഉണ്ടാകുമ്പോൾ ചരക്ക് കയറ്റുന്നതിനും ഇറക്കുന്നതിനും എടുക്കുന്ന സമയം യാത്രക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായി പഠനം നടത്തേണ്ടി വരുമെന്നും റെയിൽവേ അറിയിച്ചു. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലായിരിക്കണം സർവീസ് എന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും സർവീസുകൾ നടത്തുക. 10 കോച്ചുകളാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക. ഒരു കോച്ചിന് 4 കോടി രൂപയാണ് നിലവിൽ ചെലവായി കണക്കാക്കിയിരിക്കുന്നത്. റേക്ക് കൂട്ടിച്ചേർക്കലിന്റെ പ്രവൃത്തി പുരോഗമിക്കുകയാണെന്നും റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞു. 2024 റെയിൽവേ മന്ത്രാലയം ഡബിൾ ഡെക്കർ ട്രെയിനുകൾ എന്ന ആശയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ സമർപ്പിച്ചത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പദ്ധതിക്ക് അനുമതി നൽകിയതോടെയാണ് പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. 2030 ആകുമ്പോഴേക്കും 30,000 ദശലക്ഷം ടൺ ചരക്ക് ഗതാഗതമാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്.